ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കേസെല്ലാം ജയിച്ചിട്ട് 20 കോടി രൂപ സ്വന്തമാക്കാമെന്നും അനന്തപുരിക്കാരെ കോടതിയിൽ കയറ്റി അനിയും ജയിലിലാക്കണം എന്നൊക്കെ ഓർത്ത് വളരെ സന്തോഷത്തിലിരിക്കുകയാണ് അനാമികയും വീണും രേവതിയൊക്കെ കൂടി. അങ്ങനെ അവർ കേസായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് വലിയൊരു തിരിച്ചടി അവിടെ കാത്തിരിക്കുന്നത്. നമ്മുടെ നവീൻ വക്കീലിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ അവിടെ അരങ്ങേറുന്നുണ്ട്. അതുപോലെ തന്നെ വിധി അവർക്ക് അനുകൂലമാകാൻ വേണ്ടിയിട്ട് അവർ സംഘടിപ്പിച്ച വ്യാജ തെളിവുകളും അതുപോലെ തന്നെ അവർ ചെയ്തു കൂട്ടിയ എല്ലാ കുരുട്ടുബുദ്ധികളും എല്ലാം നമ്മുടെ നവീൻ വക്കീല് കോടതിയിൽ പൊളിച്ചെടുക്കുകയാണ്. വ്യാജ തെളിവുകളൊക്കെ കാണിച്ച് കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കേട്ടോ അവിടെ കിട്ടുന്നത്. അനാമികയുടെയും വേണുവിന്റെയും രേവതിയുടെയും എല്ലാ കള്ളത്തരങ്ങളും കൈയോടെ പൊക്കി കോടതിയിൽ അവർക്ക് നല്ല ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കാനായിട്ട് നവീൻ വക്കീലിന്റെ മാസ് പ്രകടനം തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. കൂടാതെ കോടതി വിധിക്ക് ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും നയനയും ആദർശും അതുപോലെ നന്ദുവും അനിയൊക്കെ കൂടിയിട്ട് അനാമയ്ക്ക് നല്ലൊരു ശിക്ഷ തന്നെ കോടതി വരാന്തയിൽ വെച്ചും കൊടുക്കുന്നുണ്ട്. ആ ഒരു എപ്പിസോഡിന്റെ വിശേഷത്തിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമികയുടെ വക്കീലായ നന്ദകുമാർ മുത്തശ്ശനും മുത്തശ്ശിയും നിയമക്കുരുക്കിലായതോടെ വേണുവിനും അനാമികയ്ക്കും അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അനന്തപുരിക്കാരെയെല്ലാം നിയമപരമായിട്ട് തന്നെ കീഴ്പ്പെടുത്താൻ പറ്റി എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ അവർ കാണിക്കുന്നത്. കോടതി മുറിയിൽ മുത്തശ്ശനും മുത്തശ്ശിയും തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ആ ഒരു രംഗം അതൊക്കെ ഓർത്തിട്ട് തന്നെ അവർ അതിയായി സന്തോഷിക്കുന്നുണ്ട്. അവസാന വിധിയും അവർക്ക് തന്നെ അനുകൂലമായിട്ട് വരും എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കേട്ടോ അവരിയ്ക്കുന്നത്. ഈ വിജയം നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്നും 1-2 കോടിയല്ല നമ്മുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത്, 20 കോടിയാണ് നമ്മുടെ കൈകളിലേക്ക് കിട്ടാൻ പോകുന്നത്. നമ്മുടെ മോക്കത് ലഭിച്ചാലേ ഒരു ലോട്ടറി അടിച്ചതിന് തുല്യമാണ് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോഴേക്കും വേണു സന്തോഷത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്. അതേ രേവതി, ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തരുത്. നാളെയല്ലേ അന്തിമ വിധി, അത് വന്നോട്ടെ. അനന്തപുരിയിലുള്ള എല്ലാവരും ജയിലിലേക്ക് പോകുന്നതായിട്ട് ഞാൻ ഇപ്പൊ തന്നെ സ്വപ്നം കണ്ടു തുടങ്ങി. എല്ലാത്തിനും ജയിലിൽ അടയ്ക്കണം, എന്നാലേ എനിക്ക് സന്തോഷമാകുള്ളൂ എന്നൊക്കെ തന്നെ നമ്മുടെ വേണുവും പറയുന്നുണ്ട്. അതേസമയത്ത് CA സച്ചിദാനന്ദനാണെങ്കിൽ വേറൊരു കാര്യത്തിൽ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. നാളെ മുതൽ അനി ജയിലിലായിരിക്കുമല്ലോ. കുറച്ചു കാലത്തേക്ക് ഇനി അവനെ കൊണ്ടുള്ള ശല്യമൊന്നും ഉണ്ടാവില്ല. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നന്ദുവിന്റെ കഴുത്തിലെ താലി കെട്ടിയിരിക്കും. എന്നിട്ട് ജയിലിൽ ചെന്നിട്ട് അവനെ എനിക്കൊന്ന് കാണണം, കൂടെ നന്ദു ഉണ്ടാവണം. ഇവൾ എൻ്റെ ഭാര്യയാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് പോകണം. ഇവളിപ്പോൾ എൻ്റെ ഭാര്യയാണ് എന്നും പറഞ്ഞിട്ട് തന്നെ അവൻ്റെ മുമ്പിൽ ഒരാളാകണം എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഓർത്തുകൊണ്ട് തന്നെ CA സച്ചിദാനന്ദൻ ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ചിരിക്കുകയാണ്. അതേസമയത്ത് ദേവയാനിക്കാണെങ്കിലും കോടതിയിൽ നാളത്തെ വിധി എന്താവും എന്നോർത്തിട്ട് ആകെ ആശങ്കയിലാണ്. നവീൻ വക്കീലിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കേസ് ഇനി മറ്റാരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരുമോ? ഈ പോക്ക് പോയാൽ അനാമിക തന്നെയല്ലേ ജയിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. ദേവയാനി ആകെ സങ്കടപ്പെട്ട് നവീനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നവീൻ ഒട്ടും ആശങ്കയില്ലാതെ തന്നെ പറയുന്നുണ്ട്, മുത്തശ്ശൻ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഒരു കോട്ടവും പറ്റില്ല. ഈ കേസ് ഞാൻ ഏറ്റെടുത്തത് ഞാൻ ജയിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ എനിക്കൊരു അവസരം കൂടി തരണം. ഞാൻ ഉറപ്പായിട്ടും ഈ കേസിൽ വിജയിക്കും എന്ന് തന്നെ പറയുകയാണ് കേട്ടോ നവീൻ വക്കീലെ. ഞാൻ സത്യം പുറത്തു കൊണ്ടുവരും. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാം. അനന്തപുരി തറവാടിന് ഒരു കോട്ടവും സംഭവിക്കില്ല. തറവാട് തകർന്നു പോകാതിരിക്കാനായിട്ട് താൻ കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കും എന്നുള്ളൊരു വാക്ക് നവീൻ വക്കീല് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നവീന്റെ ആത്മവിശ്വാസം കാണുമ്പോഴാണ് അനന്തപുരിയിലുള്ളവർക്കും കുറച്ചെങ്കിലും സമാധാനമാകുന്നത്. ഇനി എന്തായാലും നാളത്തെ കോടതി വിധി നോക്കിയാൽ മതി എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ എല്ലാവരും ഇരിക്കുകയാണ്. അങ്ങനെ വിധി പ്രഖ്യാപനത്തിന്റെ ദിവസം വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. അനാമിയെ കല്യാണം കഴിച്ചുകൊണ്ട് അനന്തപുരി തറവാട്ടിൽ വന്നതിന് ശേഷം അനാമികയെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതിന് വ്യാജ തെളിവുകളൊക്കെ സംഘടിപ്പിച്ച് കോടതിയിൽ ശക്തമായി തന്നെ അവതരിപ്പിക്കപ്പെടുകയാണ് ഡിഫൻസ് വക്കീല്. അതൊക്കെ കണ്ടിട്ട് ആദ്യം കോടതിയാണെങ്കിലും അനിയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കുറ്റക്കാരാണെന്ന് വിധിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യം 3 പേർക്കും 5 വർഷം കഠിന തടവും വിധിക്കുകയുണ്ടായി. അനാമിയയ്ക്ക് 20 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും ഉത്തരവിട്ടു. അങ്ങനെ ശിക്ഷാവിധി എല്ലാം പ്രഖ്യാപിച്ച് എല്ലാവരും മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് നവീൻ വക്കീല് എതിർപ്പുമായിട്ട് മുന്നോട്ട് വന്നത്. വാദം തീർന്നിട്ടില്ലെന്നും എനിക്ക് ഒരാളെ കൂടി വിസ്തരിക്കാനുണ്ടെന്നും കോടതി അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ഇപ്പോൾ തന്നെ വിളിക്കാമെന്നും നവീൻ വക്കീൽ പറഞ്ഞു. നവീന്റെ ആ ഒരു ആവശ്യം കേട്ട് കോടതി അനുവദിക്കുകയും ചെയ്തു. എന്നിട്ട് നവീൻ സാക്ഷ്യപ്പട്ടികയിലുള്ള ഒരാളെയും കൂടി അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അങ്ങനെ കോടതി മുറിയിൽ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന നവീനെ കണ്ട് അനാമികയൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് നവീൻ തുടർന്ന് വാദിക്കുന്നുണ്ട്. അനാമികയെ മുത്തശ്ശിയും അനിയൊക്കെ ഉപദ്രവിച്ച കഥകളാണല്ലോ ഇതുവരെ കോടതി കേട്ടിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ അനാമിക ആരാണെന്നും അവളുടെ സ്വഭാവം എന്താണെന്നുള്ളതും ഇപ്പോൾ തന്നെ കോടതിക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം എന്നൊക്കെ തന്നെ നവീൻ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് നവ്യയുടെ നേർക്ക് കൈ ചൂണ്ടിയിട്ട് നവീൻ വക്കീൽ പറയുന്നുണ്ട്, ഈ നവ്യ എൻ്റെ കോളേജ് ഫ്രണ്ടാണ്. ഇവളുടെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ഇപ്പൊ ഇവിടെ വിജയിച്ചു നോർത്തിരിക്കുന്ന ഈ അനാമിക. അനാമികയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തെളിവുകളൊക്കെ ഞാൻ കോടതിയിൽ സമർപ്പിക്കാന്നൊക്കെ നവീൻ വക്കീൽ പറയുന്നുണ്ട്. നവീൻ എന്നിട്ട് നവ്യയെ സാക്ഷ്യമാക്കി നിർത്തിക്കൊണ്ട് തന്നെ
അനാമയ്ക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അനാമയ്ക്കും വീണുവിനും ഒക്കെ പണി പാളുമോ എന്നുള്ളൊരു പേടിയൊക്കെ തോന്നി തുടങ്ങി. അനാമിക ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇവരുടെ വക്കീൽ പറയുന്നതൊക്കെ പച്ച കള്ളമാണെന്നും ഞാൻ ആരുടെയും കുഞ്ഞിനെ ഇല്ലാതാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. നവ്യയുടെ അനിയത്തിയായ നവ്യ തന്നെയാണ് അന്ന് ആ വിഷം കലർത്തിയ പാൽ കൊടുത്തതെന്നും പറയുന്നുണ്ട്. ആ പാലെന്ന് നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു അവൾ കാച്ചുവെച്ചത്. അത് അവളുടെ അമ്മായിയമ്മ എടുത്ത് കുടിച്ചത് എൻ്റെ കുറ്റം കൊണ്ടാണോ? അനാമികയുടെ പ്രതികരണം കേട്ടിട്ട് നവ്യയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. നവ്യ ഉടനെ തന്നെ പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും ഇല്ല. എൻ്റെ അനിയത്തി ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ല. നീ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ കളയാൻ ശ്രമിച്ചത്. ഭാഗ്യത്തിനത് നടന്നില്ല. അന്ന് ആ പാല് കുടിച്ചത് വല്യമ്മയായി പോയി. ആ പാല് കുടിച്ചിട്ടാണ് വല്യമ്മ അന്ന് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നത്. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നീ മനഃപൂർവ്വം അത് ചെയ്തതാണ്. അവർ തമ്മിൽ അങ്ങനെ സംസാരിച്ച് സംഘർഷത്തിലോട്ട് പോകുമ്പോഴേക്കും അവിടെ ഡിഫൻസ് വക്കീൽ ഇടപെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഒരു നിമിഷം അനാമിക തന്നെയാണ് പാലിൽ വിഷം കലർത്തിയെന്ന് നമുക്ക് സമ്മതിക്കാം. പക്ഷേ അത് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കോടതിക്ക് ആവശ്യം തെളിവുകളാണ്, അല്ലാതെ വെറുതെ ഇവിടെ കിടന്ന് വായിട്ടലച്ച് കോടതിയുടെ സമയം കളയരുത്. അത് കേൾക്കുമ്പോൾ നവീനും നവ്യയൊക്കെ തെളിവിന്റെ അഭാവത്തിൽ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. നവീനും നവ്യയും എങ്ങനെ ഈ വെല്ലുവിളിയെ നേരിടും എന്നുള്ള ഒരു ആകാംക്ഷയില് കോടതി മുറിയും ശാന്തമായി. കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അനിയുടെ വക്കീൽ പറഞ്ഞ ഒന്നും മുഖവിലയ്ക്ക് എടുക്കാനാവില്ല എന്ന് തന്നെ കോടതി വിധിക്കുന്നുണ്ട്. അതോടുകൂടി അനാമയ്ക്ക് അനുകൂലമായിട്ട് തന്നെ വിധി പറയാനായിട്ട് കോടതി ഒരുങ്ങുകയാണ്. മുഖവരിയൊക്കെ കേട്ട് തുടങ്ങിയപ്പോഴേക്കും തന്നെ അനാമികയെ വേണു ഒക്കെ നല്ല സന്തോഷത്തിലാണ്. വിധി എന്തായാലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരൂ എന്നൊക്കെ തന്നെ അവർ വിചാരിച്ചിരിക്കുകയാണ്. എന്നാൽ അതിന് തൊട്ട് മുമ്പ് തന്നെ നവീൻ വീണ്ടും രംഗത്തെത്തുകയാണ്. ജഡ്ജി വിധി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നവീൻ വക്കീൽ അതിനെ തടയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കൃത്യമായ തെളിവുകളോട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇതൊരു വീഡിയോ റെക്കോർഡിംഗ് ആണ്. ആദർശിന്റെ അമ്മയായ ദേവയാനിയെ ഞാൻ അനാമികയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ നിന്ന് പിന്മാറാനായിട്ട് വേണുവിന്റെയും അനാമികയുടെയും കാല് പിടിക്കാനെന്ന വ്യാജേന ഞാൻ ഈ കേസിൽ നിന്നും പിന്മാറാനായിട്ട് വേണുവിനോടും അനാമികയോടും സംസാരിച്ച് വേണമെങ്കിൽ കാല് പിടിച്ച് വേണമെങ്കിലും അപേക്ഷിക്കാം, ഈ കേസിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അവരവിടെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ നിർദ്ദേശപ്രകാരമാണ് അന്ന് അവരവിടെ ചെന്നത്. ഞാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ഞാനപ്പോൾ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എതിർകക്ഷിയായ അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ സംസാരിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ ആയിട്ട് പകർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നവീൻ വക്കീൽ ആ വീഡിയോ ക്ലിപ്പ് ജഡ്ജിയെ കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ വേണുവും അനാമികയും ദേവയാനിയും രേവതിയൊക്കെ കൂടി സംസാരിക്കുന്ന ഭാഗം തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നവീൻ പറഞ്ഞു കൊടുത്തത് പ്രകാരം ദേവയാനി വേണുവിനോടും അനാമികയോടും ഒക്കെ സംസാരിക്കുന്നതും അഭിനയിക്കുന്നതും ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും പ്രായമായവരാണെന്നും അവരെ ഈ പ്രായത്തിൽ കോടതിയിൽ കയറ്റുന്നതും ജയിലിൽ അടയ്ക്കുന്നതൊന്നും ശരിയായ പ്രവണതയല്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ ദേവയാനി പറയുന്നതും ഈ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാല് പിടിക്കാൻ വരെ ഞാൻ തയ്യാറാണെന്നൊക്കെ ഉള്ളത് ദേവയാനി പറയുന്നതും എൻ്റെ കരൾ പോകാൻ അനാമിക മോളാണ് കാരണമെങ്കിൽ അതൊക്കെ ഞാൻ മറക്കാനും തയ്യാറാണെന്നും ഈ കേസ് ഒന്ന് പിൻവലിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ ദേവയാനി അവർക്ക് മുമ്പിൽ കരഞ്ഞ് അഭിനയിക്കുന്നുണ്ട്. ഇതൊക്കെ നവീൻ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ദേവയാനിയുടെ അഭിനയം എല്ലാം കണ്ട് വേണു അഹങ്കാരത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വേണു തിരിച്ച് ദേവയാനിയോടും പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായല്ലോ ദേവയാനി ചേച്ചിക്ക്, നിങ്ങൾക്ക് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്നുള്ള കാര്യം കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങളുടെ ഈ വക്കീൽ തന്നെ ഞങ്ങളുടെ കാല് പിടിക്കാനായിട്ട് ഇവിടെ വന്നത്. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കേസൊക്കെ പിൻവലിക്കാം, പക്ഷേ 20 കോടി രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടണം. എന്താ പറഞ്ഞതുപോലെ ചെയ്യല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവയാനി മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. 20 കോടി രൂപയൊന്നും തരാൻ പറ്റില്ല വേണു. ദേവയാനി ഉടനെ പറയുന്നുണ്ട്, എന്താ ഇതിപ്പോ കച്ചവടം പോലെ ആയല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പൊ ഉടനെ തന്നെ അനാമിക പറയുന്നുണ്ട്, കണ്ടില്ല അച്ഛാ, 20 കോടി എന്ന് കേട്ടപ്പോഴേക്കേ അവരുടെ മനസ്സ് മാറി. വല്ല നക്കാപ്പിച്ചയും തന്ന് നമ്മളെ ഒഴിവാക്കാന്നാ അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച മേടിച്ചിട്ട് ഞങ്ങൾ ഈ കേസൊന്നും പിൻവലിക്കുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ട തുക ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുള്ളൂ. വല്യമ്മ ഒറ്റ ഒരാൾ കാരണമാണ് മുത്തശ്ശൻ എന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ശരിയാ, വല്യമ്മയുടെ കരള് പോകാൻ ഞാൻ തന്നെയാ കാരണക്കാരി. അന്നത് ചെയ്തത് നവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്നത് നിങ്ങളുടെ അടുത്ത് കൊടുക്കുമെന്ന് ഞാൻ കണ്ടു. എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വല്യമ്മ പോകാൻ നോക്ക്. 20 കോടി തരാതെ കേസിന് പിന്മാറുന്ന പ്രശ്നമില്ല എന്നൊക്കെ തന്നെ അനാമിക പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവയാനിയും നവീൻ വക്കീലിനെയൊക്കെ അവിടുന്ന് ആട്ടി ഇറക്കി വിടുന്ന രംഗങ്ങളൊക്കെ ആ വീഡിയോ ക്ലിപ്പിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വീഡിയോ കണ്ടതോടുകൂടി കോടതിയിലെ അന്തരീക്ഷമൊക്കെ മാറി മറിഞ്ഞു എന്ന് തന്നെ പറയാം. നവീൻ അവസാനം ഹാജരാക്കിയ ആ ദൃശ്യങ്ങളൊക്കെ അനാമികയുടെയും വേണുവിന്റെയും ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് കോടതിക്ക് മുമ്പിൽ തെളിയുകയാണ് ഉണ്ടായത്. എന്നിട്ട് വേണു അനാമികയോട് പറയുന്നുണ്ട്, അവസാന നിമിഷം കല ഉടച്ചല്ലേ മോളെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവൻ റെക്കോർഡ് ചെയ്താണല്ലോ ഇപ്പൊ കാണിച്ചേക്കുന്നത്. എന്നാൽ ഇത് വല്ലാത്ത ചതിയായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അനാമിക്കാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ജയിലിൽ പോയി കിടക്കാനൊന്നും പറ്റില്ല.
എങ്ങനെയെങ്കിലും നമുക്ക് ഈ കേസ് ജയിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ അനാമിക പറയുന്നുണ്ട് കേട്ടോ വേണുവിനോട്. അതിൻ്റെ ഇടയിൽ വേണുവിൻ്റെയും അനാമികയുടെയൊക്കെ ഈ പരിഭ്രമവും പേടിയൊക്കെ കാണുന്ന നവീൻ അപ്പം തന്നെ അടുത്ത ബോംബും പൊട്ടിക്കുകയാണ്. ഒന്നും അവസാനിക്കുന്നില്ല. അനാമികയുടെ വക്കീൽ നേരത്തെ വാദിച്ചല്ലോ, അനിക്ക് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലൊക്കെ പുറത്തു വെച്ച് കാണാറുണ്ടെന്നും ഒക്കെ ഈ വീഡിയോ രംഗം കൂടി ഒന്ന് കണ്ടു നോക്കൂ. ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിലായിട്ട് എനിക്ക് ഒരു തെളിവും കൂടെ ഹാജരാക്കാനുണ്ട്. ഇത് ഒരു വീഡിയോ ക്ലിപ്പ് തന്നെയാണ്. ഈ വീഡിയോ കണ്ടാൽ അറിയാം അനാമിക ഇവിടെ പറഞ്ഞിട്ടുള്ള ആ സ്വഭാവമുള്ളത് അനാമികയ്ക്ക് തന്നെയാണെന്നുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമികയുടെ കാമുകനൊപ്പം കറങ്ങണതും പാർക്കിൽ ഒന്നിച്ച് കൊഞ്ചിക്കുഴഞ്ഞിരിക്കുന്നതും അവർ തമ്മിൽ ഒന്നിച്ച് ജ്യൂസ് കുടിച്ചിരിക്കുന്നതും വർത്തമാനം പറഞ്ഞിരിക്കുന്നതും കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കോടതിക്ക് മുമ്പിൽ. അതും കൂടി കണ്ടതിന് ശേഷം കോടതിക്ക് ഏകദേശം അനാമികയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അനാമിക ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞതോടുകൂടി തന്നെ അനാമികയും വേണുമൊക്കെ കുടുങ്ങിയതുപോലെ തന്നെയായി. വേണുവിനും അനാമികയ്ക്കും രേവതിക്കും ഒക്കെ ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വേണു അവരുടെ വക്കീലിനടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഞങ്ങളെ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും, അതറിയാമല്ലോ എന്നൊക്കെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് വക്കീലിന് പോലും അവർക്കൊരു ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. വക്കീലും ആകെ പെട്ടുപോയ അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ. വക്കീല് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാടോ, എല്ലാ തെളിവുകളും നമുക്കെതിരായി, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്തില്ലേ, നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കൊടുത്ത് എല്ലാം നശിപ്പിച്ചത്, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്തായാലും ഇനി നിങ്ങൾക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടാൻ പോവുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ വക്കീലും. എന്തായാലും അവസാനം കോടതി വിധി വരികയാണ്. തെളിവുകളെല്ലാം പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷം കോടതി അന്തിമ വിധി പ്രസ്താവിക്കുകയാണ്. അനിയെ കൊടുക്കാനായിട്ട് അനാമികയുടെ വക്കീൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും അതൊക്കെ വ്യാജമായി കെട്ടിച്ചമച്ചാണെന്നും കോടതിക്ക് ബോധ്യമായിരിക്കുകയാണ്. ഗർഭാവസ്ഥയിലുള്ള ഒരു കുഞ്ഞിനെ വരെ കൊല്ലാൻ നോക്കിയ അനാമിക ഒരു ക്രൂരയാണെന്ന് കോടതി പറയുന്നുണ്ട്. സ്വന്തം വല്യമ്മയുടെ ജീവഹാനിക്കും കാരണക്കാരി അനാമിക തന്നെയാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അനന്തപുരിയിലെ കുടുംബത്തിന് മാനസികമായിട്ട് ദുരിതങ്ങൾ ഉണ്ടാക്കിയതിന്, മാനസികമായി ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അനാമിക 2 കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് അനന്തപുരിക്കാർക്ക് കൊടുക്കണമെന്നും, കൂടാതെ അനാമിക ചെയ്തു കൂട്ടിയ കുറ്റകൃത്യത്തിനൊക്കെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 1 വർഷം വരെ കഠിന തടവും വിധിക്കപ്പെടുന്നു. കോടതി വിധി ഇടുത്തിയ പോലെ വേണുവിൻ്റെയും അനാമികയുടെയും തലയിൽ പതിച്ചു. പണവും പ്രതികാരവും ഒക്കെ ലക്ഷ്യമിട്ട് അവർ നടത്തിയ എല്ലാ കുതന്ത്രങ്ങളും ഒടുവിൽ അവർക്ക് തന്നെ അത് വിനയായി എത്തുകയും ചെയ്തു. നവീൻ വക്കീലിന്റെ സാമർത്ഥ്യം കൊണ്ട് തന്നെ കോടതിയിൽ നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചു. അതിൻ്റെതായ സന്തോഷം അനന്തപുരിയിലെ എല്ലാവർക്കും ഉണ്ട്. സത്യം ജയിച്ചതുകൊണ്ട് തന്നെ അനന്തപുരിയിലുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസവും എല്ലാവരുടെ മുഖത്ത് കാണാനും കഴിയും. വേണുവും അനാമികയും രേവതിയൊക്കെ ആകെ തകർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നഷ്ടപരിഹാരമായിട്ട് 2 കോടി രൂപ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നും പറഞ്ഞ് വേണു കലയിൽ വെച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും അനാമിക കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, അച്ഛാ അതാണോ അച്ഛാ ഇപ്പം വിഷയം, എന്നെ ഇവർ ജയിലിലോട്ട് കൊണ്ടുപോകും അച്ഛാ, അങ്ങനെ പോയാലുള്ള അവസ്ഥ അച്ഛനെ അറിയാമല്ലോ, എന്നെ അവർ വെച്ചേക്കത്തില്ല, എന്നെ ഈ പോലീസുകാരുടെ ഇടയിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷിക്കച്ചാ എന്നൊക്കെ തന്നെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പോലീസുകാരെത്തി അനാമികയുടെ കയ്യിൽ വിലങ്ങ് വെക്കുന്നുണ്ട്. അങ്ങനെ അനാമികയെ അവർ ജയിലിലടയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോലീസ് ജീപ്പിലോട്ട് കയറ്റാനായിട്ട് പോകുമ്പോഴാണ് അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശൻ ആ പോലീസുകാരോട് പറയുന്നുണ്ട്, 1 മിനിറ്റ് നിൽക്കണേ, എനിക്ക് ഇവളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അങ്ങനെ പോലീസുകാർ അനുവാദം നൽകിയതുകൊണ്ട് തന്നെ മുത്തശ്ശൻ കോടതി വരാന്തയിൽ വെച്ച് തന്നെ അനാമികയുടെ കാരണത്തെ ആഞ്ഞൊരടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇത്രയും നാളും അനന്തപുരിക്കാരോട് കാണിച്ചു കൂട്ടിയ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും ദൈവം തന്ന ശിക്ഷയായത്. കോടതി മുറിക്കകത്ത് വെച്ച് നീ എൻ്റെ വസുന്ധരയെ പറ്റി എന്തൊക്കെയാടി പറഞ്ഞത്? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവളാ എൻ്റെ വസുന്ധര. അങ്ങനെയുള്ളവളെ പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞതിന് നിന്റെ അണപ്പല്ലടിച്ച് തീർപ്പിക്കണമായിരുന്നു. പക്ഷേ ഇത് കോടതി മുറ്റം ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇത്രയെങ്കിലും നിന്നോട് പ്രതികരിച്ചില്ലെങ്കിൽ എനിക്കത് കുറ്റബോധമായിട്ട് മനസ്സിൽ കിടക്കും. ഇനി നീ ചെയ്തു കൂട്ടിയ തെറ്റിനൊക്കെ നീ ജയിലിൽ കിടന്ന് തന്നെ അനുഭവിക്കണം. എൻ്റെ അനിമോന് ചേരുന്ന നല്ലൊരു പെൺകുട്ടിയെ ഞാൻ തന്നെ അവന് കണ്ടുപിടിച്ചു കൊടുക്കും. ആ സമയത്ത് നീ ചെയ്തു കൂട്ടിയതൊക്കെ ഓർത്തിരുന്ന് കരയണം, ജയിലിൽ കിടന്ന് നീ അനുഭവിക്കണം എന്നൊക്കെ തന്നെ മുത്തശ്ശൻ പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ തറവാട്ടി വെച്ച് നിന്നെ അടിക്കാനോ ഉപദ്രവിക്കാനോ ഒക്കെ വന്നിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയല്ലേ നീ കോടതി മുറിയിൽ പറഞ്ഞത്? അങ്ങനെയല്ലേ നീ എന്നെ ജയിലിൽ കയറ്റാൻ നോക്കിയത്? എന്തായാലും നീ പറഞ്ഞതും ചെയ്തു കൂട്ടിയതൊക്കെ പച്ച കള്ളമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എന്നെ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഉപദ്രവിച്ച് ഈ ഒരു അവസ്ഥയിൽ നീ കൊണ്ട് എത്തിച്ചില്ലേ? ഇനി നീ വസുന്ധരയുടെ കയ്യിലെ ചൂട് അറിയാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശിയും അനാമികയുടെ മുഖത്തിനിട്ട് ആഞ്ഞൊരടി കൊടുക്കുന്നുണ്ട്. അനാമികയ്ക്ക് അത് സഹിക്കാനും പറ്റുന്നില്ല കേട്ടോ. ആദ്യം മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ചു, ഇപ്പൊ മുത്തശ്ശിയും തല്ലി കൊടുത്തു. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുകയാണ് കേട്ടോ അനാമിക. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതം ഇല്ലാതാക്കാനല്ലേ നീ നോക്കിയത്? ഇപ്പൊ ഇല്ലാതായത് നിന്റെ ജീവിതം തന്നെയാ. നിന്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ള ശിക്ഷയാ നീ ജയിലിൽ കിടക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നുണ്ട്.
അതേസമയത്ത് പോലീസുകാർ അനാമികയെ പിടിച്ച് ജീപ്പിനകത്ത് കയറ്റുന്നുണ്ട്. അനാമികയുടെ ശല്യം അങ്ങനെ ഒഴിഞ്ഞതോടുകൂടി തന്നെ അനി നന്ദുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാമല്ലോ നന്ദു, ആ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്നിങ്ങനെ അനി പറയുന്നുണ്ട്. അവളെ ഞാൻ ജയിലിൽ പോയി നന്നായിട്ടൊന്ന് കാണുന്നുണ്ട്. അവൾ ഇത്രയും കാലം നല്ല റാണിയെ പോലെ സുഖിച്ച് ജീവിച്ചവളല്ലേ. അവൾ ഇനി ജയിലിൽ കിടന്ന് അനുഭവിക്കുന്നൊക്കെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. എന്നെയും മുത്തശ്ശിയെയും വീട്ടുകാരെയൊക്കെ കോടതി കയറ്റിയവളല്ലേ. അവൾക്ക് ഇതിലും നല്ല ശിക്ഷ ഇനി കിട്ടാനില്ല. അവളിനി കുറച്ചു കാലം ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയത്ത് തന്നെ കേസ് ജയിച്ചതിന്റെ സന്തോഷത്തിൽ മുത്തശ്ശിയും ആദർശും നയനയും ദേവയാനിയും ഒക്കെ കൂടി എല്ലാവരും വന്നിട്ട് നവീൻ വക്കീലിനെ കണ്ടിട്ട് അവരുടെ സന്തോഷം അറിയിക്കുന്നുണ്ട്. വക്കീലിന്റെ മിടുക്കുകൊണ്ടാണ് ഈ കേസ് ജയിക്കാൻ കഴിഞ്ഞത്. ഇതിന്റെ പ്രതിഫലമായിട്ട് എത്ര കോടി ചോദിച്ചാലും ഞങ്ങൾ തരാൻ തയ്യാറാണെന്നും മുത്തശ്ശൻ ഇങ്ങനെ വികാരഭരിതനായിട്ട് പറയുമ്പോഴേക്കും നവീൻ പുഞ്ചിരിയോട് പറയുന്നുണ്ട്. മൂർത്തി മുത്തശ്ശൻ എൻ്റെ അച്ഛനെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത് ശരിയായ നടപടിയൊന്നും അല്ലല്ലോ. ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് കാശിന് വേണ്ടിയിട്ടൊന്നുമല്ല. കേസ് ജയിച്ചല്ലോ, അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് മാത്രമായിരുന്നു ഞാൻ മനസ്സിൽ കണ്ടിരുന്നതെന്നൊക്കെ ഇങ്ങനെ നവീൻ വക്കീൽ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനിയും കാണാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അഭിമാനത്തോടു കൂടി തന്നെ കേസ് ജയിച്ച ആ ഒരു സന്തോഷത്തിൽ നവീൻ വക്കീൽ മടങ്ങുന്നുണ്ട്. അതേസമയത്ത് അനന്തപുരം തറവാടില് അനാമയ്ക്കെതിരെയാണ് വിധി വന്നതെന്നും അനാമയ്ക്ക് ജയിൽ ശിക്ഷ വിധിച്ചു എന്നൊക്കെ അറിയുമ്പോഴേക്കും ജാനകി കരഞ്ഞ് തളരുകയാണ്. അപ്പോഴും ജാനകി പറയണത് എന്തൊക്കെയാണെങ്കിലും അനാമിക മോളെ പാവമായിരുന്നു. അവൾ ഇങ്ങനെ ജയിലിൽ അടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എല്ലാത്തിനും കാരണം ആ നയനയും ഏട്ടത്തിയുമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ നമ്മുടെ ജാനകി ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ട് അജയനാണെങ്കിലും ദേഷ്യം സഹിക്കാൻ വയ്യാതെ ജാനകിയുടെ കർണത്തൊന്ന് കൊടുക്കുന്നുമുണ്ട്. അവൾ ഇത്രയും വലിയ ചതിയും ദ്രോഹം ചെയ്തിട്ട് നീ ഇപ്പോഴും അവളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണോ ജാനകി? നിനക്ക് നാണമില്ലേടി? നമ്മുടെ മോനെ ജയിലിൽ അടയ്ക്കാൻ നോക്കിയവളാ അവള്. അവൾക്ക് വേണ്ടിയിട്ട് നീ ഇനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് ജാനകി. അവളെ ന്യായീകരിച്ചുകൊണ്ട് ഇനിയും നീ ഇങ്ങനെ സംസാരിക്കരുത്. എൻ്റെ അച്ഛനെയും അമ്മയും വരെ കോടതി കയറ്റിയവളാ അവള്. അവൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇനി നിനക്ക് നിന്റെ മരുമോളെ പിരിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീയും അവളുടെ കൂടെ പോയി ജയിലിൽ കിടന്നോ. ഈ കുടുംബം തന്നെ കുട്ടിച്ചോറാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവളാണ് അവള്. ഇനി അവളുടെ പേര് നിന്റെ നാവിന്ന് പുറത്തു വന്നാ പിന്നെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അജയനും. എന്തായാലും അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ തന്നെ ജാനകി തളർന്നവിടെ ഇരിക്കുന്നുണ്ട്. ഭർത്താവിന്റെ തലയിനേക്കാൾ ജാനകിക്ക് വേദന ഉണ്ടാക്കിയത് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മരുമകൾ കാരണം ഇപ്പൊ താനും ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ചിന്ത തന്നെയായിരുന്നു. അനാമയ്ക്കെതിരെയാണ് കോടതി വിധി വന്നതെന്നൊക്കെ അറിയുമ്പോഴേക്കും CA സച്ചിനും അബിയും ഒക്കെ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. നന്ദുവിനെ വിവാഹം കഴിക്കാനായിട്ട് താനും കൂടെ ചേർന്ന് നടത്തിയ പദ്ധതികളെല്ലാം വെറുതെ ആയി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുകയാണ് CA സച്ചിദാനന്ദൻ. അനന്തപുരം തറവാടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പിന്നിൽ നിന്ന് സഹായിച്ച ആളാണല്ലോ അബി. അനാമികയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അബി കളിച്ച നാടകങ്ങളും ഇവിടെ അവസാനിക്കുന്നുണ്ട്. അബിക്കും അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ CA സച്ചിദാനന്ദനും അത് നല്ലൊരു തിരിച്ചടി തന്നെയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ